ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ വോട്ടേഴ്സ് പോർട്ടലിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. അല്ലെങ്കിൽ ECIയുടെ വോട്ടേഴ്സ് പോർട്ടലിൽ വോട്ടർ ഐ ഡിക്കായിട്ട് എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ പ്രോസസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അനക്സർ D എന്തെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇ-സൈൻ, SIR ഫോം തുടങ്ങിയവ ഓൺലൈനായി ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ വീഡിയോയിൽ പരിശോധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്താണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്നും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. സിസ്റ്റത്തിൽ മലയാളം ഫോണ്ടൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിരിക്കണം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് വോട്ട് ചെയ്യുന്നതിന് SECയുടെ വെബ്സൈറ്റിലാണ് പേര് ചേർക്കേണ്ടുന്നത്. അതെങ്ങനെ പേര് ചേർക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ വോട്ടർ ഐ ഡി ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. eci.gov.in എന്നതാണ് സൈറ്റ് അഡ്രസ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇടത് സൈഡിലായി ഇലക്ടേഴ്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം രജിസ്റ്റർ ഇൻ ഇലക്ടറൽ റോൾ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ മുകളിലായി ലോഗിൻ എന്നും സൈനപ്പ് എന്നും കാണാം. ആദ്യമായി സൈറ്റിൽ പ്രവേശിക്കുന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതുണ്ട്. ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് മറ്റുള്ളവരുടെയും ഒക്കെ നമുക്ക് വോട്ട് ചേർക്കാനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സൈനപ്പിൽ പ്രസ് ചെയ്ത് പേരും മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്ത് OTP ഒക്കെ വെരിഫൈ ചെയ്ത് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ ഇത് കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുകളിൽ ലോഗിനിൽ പ്രസ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ടൈമിൽ ഉപയോഗിച്ച മൊബൈൽ നമ്പറോ ഇമെയിലോ കൊടുത്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് റിക്വസ്റ്റ് OTP കൊടുത്ത ശേഷം ആ മൊബൈലിലേക്ക് വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ആൻഡ് ലോഗിനിൽ പ്രസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ലോഗിൻ ചെയ്താൽ മുകളിൽ പ്രൊഫൈലിൽ നമുക്കത് മനസ്സിലാകും. ഇവിടെ നമുക്ക് ഫോം നമ്പർ 6ഉം ഫോം നമ്പർ 8ഉം ഉണ്ട്. 6 ആണ് പുതിയതായിട്ട് ന്യൂ വോട്ടറെ ചേർക്കുവാനുള്ളത്. ഫോം നമ്പർ 8 കറക്ഷനും ഷിഫ്റ്റിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ 6 ആണ് ഉപയോഗിക്കേണ്ടുന്നത്. 18 വയസ്സ് പൂർത്തിയായവരോ 18 വയസ്സാവാൻ ഏതാനും മാസങ്ങളുള്ളവർക്കോ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫോം നമ്പർ 6 എന്ന് എഴുതിയിരിക്കുന്ന താഴെയായി ഡൗൺലോഡ് അനക്സർ D എന്ന് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എല്ലാവർക്കും ഇത് ആവശ്യമായി വരണമെന്നില്ല. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ഡൗൺലോഡും ഉണ്ട്, ഹിന്ദിയും ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഡൗൺലോഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഡീറ്റെയിൽസ് വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷിഫ്റ്റിങ്ങും അതേപോലെ ന്യൂ വോട്ടറെ ചേർക്കുമ്പോഴും ഇത് ആവശ്യമായിട്ട് വരും. 6ഉം 8ഉം ഫോമുകൾ. ഇവിടെ ഷിഫ്റ്റിംഗ് ഫ്രം ഔട്ട്സൈഡ് ദ സ്റ്റേറ്റും ന്യൂ വോട്ടറെ ചേർക്കുമ്പോഴുമാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഈ ഫോം ഓൺലൈനായി ഫില്ല് ചെയ്ത് പോകുമ്പോൾ വീട്ടിലുള്ള ഒരംഗത്തിൻ്റെ വോട്ടർ ഐ ഡി നമ്പരും മറ്റ് ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. അത് അച്ഛൻ, അമ്മ, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ ഈ കാറ്റഗറിയിൽപ്പെട്ടവരായിരിക്കണം. അവരാരും ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് ലാസ്റ്റ് SIRൽ ഇവരാരും ഇല്ലെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് SIR ഇപ്പോൾ 2002 ഇനി വരുന്നത് 2026 അടുത്ത് വരാൻ പോകുന്ന ലാസ്റ്റ് SIR. ആ ലാസ്റ്റ് SIRൽ ഇവരുടെ പേരില്ലാത്ത സാഹചര്യത്തിൽ, അങ്ങനെ സാഹചര്യം വരാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ 1/7/2087 മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ താഴെ പറയുന്ന പട്ടികയിൽ നിന്ന് ജനനത്തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന ഏതെങ്കിലും ഒരു രേഖ നൽകുക. താഴെ പറയുന്ന പട്ടിക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്. 12ഓളം ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. താഴെ അത് കൊടുത്തിട്ടുണ്ട്. ആധാർ, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ 12 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്നുമായിട്ട് ഹിയറിങ്ങിന് പോകണമെന്നൊക്കാണ് ഇവിടെ പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ കാറ്റഗറിയിൽ വരുന്നവർ വളരെ വിരളമായിരിക്കും. രണ്ടാമത്തേത് 1/7/87 2/12/2004 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന രേഖകൾക്ക് പുറമെ ആ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന താഴെ പറയുന്ന രേഖകളിൽ ഒന്നുകൂടി ഹാജരാക്കണം. അങ്ങനെ താഴോട്ട് മറ്റ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. വളരെ വിരളമായിട്ട് ഇത് ആവശ്യമായി വരികയുള്ളൂ. ഞാൻ അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.
തിരിച്ച് നമ്മൾ ഹോം പേജിൽ വന്നതിന് ശേഷം പുതിയ വോട്ടറെ ചേർക്കാനായിട്ട് ഫോൺ നമ്പർ 6 എന്നവിടെ കാണാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുക്കണം. തുടർന്ന് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണോ ആ ഡിസ്ട്രിക്റ്റ് അവിടെ നിന്നും ചൂസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്പർ ആൻഡ് നെയിം ഓഫ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വലത് സൈഡിൽ സെലക്ട് AC അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലം ഏതാണോ അതവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഞാനിവിടെ കൊട്ടാരക്കര തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. തുടർന്ന് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ ഓട്ടോമാറ്റിക് അവിടെ ഫില്ലായി വരും. തൊട്ട് താഴെ പാർലമെൻറ്റ് നെയിം ഓഫ് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുണ്ട്. അതിപ്പോൾ ഡിസേബിൾഡ് ആണ്. പക്ഷേ നമുക്ക് പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ അപേക്ഷിക്കുന്നത്. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിൽ SCC കേരള എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. അതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇവിടെ ആദ്യത്തെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിന് താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്തെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഓരോ സ്റ്റെപ്പും ഇങ്ങനെയാണ് പോകേണ്ടുന്നത്. അടുത്തതായിട്ട് വോട്ടറുടെ പേരാണ് കൊടുക്കേണ്ടുന്നത്. ആധാറിൽ എങ്ങനെയാണോ പേര് അതുപോലെ തന്നെ ഇവിടെ കൊടുക്കണം. ആധാറിലെ തെറ്റിച്ച് കൊടുത്താലും ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകും. അവസാനം നമുക്ക് സൈൻ ചെയ്യാനുണ്ട്. ഇങ്ങനെ തെറ്റായി കൊടുത്താലും മുന്നോട്ട് പോയിട്ട് സൈൻ ചെയ്യുന്ന ഭാഗം എത്തുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയാതെ വരും. പിന്നെ നമ്മൾ ഒന്നേന്ന് ചെയ്യേണ്ടി വരും വീണ്ടും. അതുകൊണ്ട് ആധാറിലെ പേര് കൃത്യമായിട്ട് നോക്കി ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആധാറിലുള്ള പേര് അതേപോലെ തന്നെ കൊടുക്കുക. പേരിന് 2 ഭാഗങ്ങളുണ്ടെങ്കിൽ സർനെയിമിലും ഫസ്റ്റ് നെയിമിലുമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഈ പാസ്പോർട്ടിൽ കൊടുക്കുന്നത് പോലെ നമുക്ക് നിർബന്ധമായിട്ടും സർനെയിം കറക്റ്റായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. പേരിൻ്റെ എല്ലാ ഭാഗങ്ങളും ആദ്യത്തെ ഫസ്റ്റ് നെയിമിൽ തന്നെ കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം അവിടെ ടാബിൽ പ്രസ് ചെയ്താൽ താഴെ അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. താഴെ മലയാളം പേരിനോട് ചേർന്ന് കീബോർഡ് കാണാം. അവിടെ പ്രസ് ചെയ്ത് കീബോർഡ് എടുക്കാം. അതിനുശേഷം സിസ്റ്റത്തിൻ്റെ താഴെ വലത് സൈഡിൽ വന്നാൽ അവിടെ ഇംഗ്ലീഷ് മാറ്റി മലയാളം സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളിവിടെ മലയാളം ടൈപ്പ് ചെയ്താൽ അവിടെ അത് വരികയുള്ളൂ. ഇംഗ്ലീഷിൽ കൊടുത്ത പേര് ശരിയായിട്ട് താഴെ കൺവേർട്ട് ചെയ്ത് വന്നില്ലെങ്കിൽ ഈ ഒരു കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ശരിയായിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബൈജു എന്നാണ് എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം ബാ കൊടുത്തിട്ട് 2 പുള്ളികൾ അവിടെ കാണാം. ആ 2 പുള്ളികൾ കൊടുക്കുമ്പോൾ ഇടത് സൈഡിൽ 2 പുള്ളികൾ വരും. പിന്നെ ജായും ബാക്കിയുള്ള അക്ഷരങ്ങൾ കൊടുക്കാം. അതുപോലെ ചന്ദ്രകല വീണ്ടും ഒരു കൊടുത്താൽ ഇക്കായാവും. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടുന്നത്. ഇത് ISM അറിയാവുന്നവർക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യുവാൻ സാധിക്കും. അല്ലാത്തവർക്ക് ലോജിക്കൊക്കെ ഉപയോഗിച്ച് അത് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഷിഫ്റ്റിൽ പ്രസ് ചെയ്ത് അക്ഷരങ്ങൾ മാറ്റുവാനും ഒക്കെ സാധിക്കുന്നതാണ്. തീരെ അറിഞ്ഞുകൂടാത്തവർക്ക് ഒക്കുന്ന രീതിയിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം BLOയെ സമീപിച്ച് അത് കറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ PSCക്ക് കൊടുക്കുന്നതിലുള്ള 150-200 പിക്സൽ സൈസിലുള്ള ഫോട്ടോയൊക്കെ മതിയാകും. പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതിയാകും. JPEG ഫോർമാറ്റിലുള്ള 2 MBയിൽ താഴെ ഫയൽ സൈസുള്ള ഫോട്ടോയാണ് ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഫോട്ടോ ഇവിടേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ശരിയായ രീതിയിൽ ഫോട്ടോ വച്ചതിന് ശേഷം താഴെ സേവ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും OK കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിനായിട്ട് താഴെ വലത് സൈഡിൽ നെക്സ്റ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്ത നെയിം ആൻഡ് സർനെയിം ഓഫ് എനി വൺ ഓഫ് ദ റിലേറ്റീവ്സ്, അതായത് ഫാദർ, മദർ, ഹസ്ബൻഡ്, വൈഫ്, ലീഗൽ ഗാർഡിയൻ, ഇവരിൽ ആരിലെങ്കിലും ഒരാളുടെ പേരാണ് താഴെ കൊടുക്കേണ്ടത്. ആധാറിൻ്റെ ബാക്ക് സൈഡിൽ ആരുടെ പേരാണോ വരുന്നത് ആ പേര് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നേരത്തെ കാണിച്ചതുപോലെ മലയാളത്തിലും കൊടുക്കണം, ഇംഗ്ലീഷിലും കൊടുക്കണം. അതിനുശേഷം താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുന്നതാണ്. അടുത്തത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. സ്വന്തം മൊബൈൽ നമ്പറോ റിലേറ്റീവ്സിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാം. അതുപോലെ ഇമെയിൽ ID കൊടുക്കാം. കമ്പൽസറി അല്ല ഇമെയിൽ ID. ഇവ കൊടുത്തതിന് ശേഷം താഴെ വന്ന് വീണ്ടും നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്തത് അപേക്ഷിക്കുന്ന ആളിൻ്റെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. ആധാർ നമ്പർ എനേബിൾ ചെയ്തതിന് ശേഷം താഴെ 12 ഡിജിറ്റുള്ള ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാർ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണമെന്നുള്ളതും അത്യാവശ്യമാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. തുടർന്ന് ജെൻഡർ മെയിൽ ഫീമെയിൽ ഏതാണെന്ന് വെച്ച് കൃത്യമായിട്ട് റൗണ്ട് എനേബിൾ ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത അടുത്ത സ്റ്റേജിലേക്ക് പോകണം. ഈ അടുത്തതായിട്ട് കൊടുക്കേണ്ടുന്നത് ഡേറ്റ് ഓഫ് ബർത്ത്. ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കലണ്ടർ ചൂസ് ചെയ്തും നമുക്ക് രേഖപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഡോക്യുമെൻറ്റ് സപ്പോർട്ടിംഗ് ഏജ് പ്രൂഫ് അറ്റാച്ച്ഡ്, അതായത് നമ്മൾ ഏജ് പ്രൂഫ് വയസ്സ് തെളിയിക്കുന്നൊരു രേഖ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് ഇവിടെ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആധാർ,
അതേപോലെ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയവയൊക്കെ ഉണ്ട്. ആധാർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആധാറിൻ്റെ ഇരുപുറങ്ങളും ഒറ്റ പേജിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 2 MB താഴെയുള്ള JPG അല്ലെങ്കിൽ PDF ഫയൽ സൈസായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതർ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാതെ കഴിവതും ആദ്യത്തെ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് പ്രസൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. പാസ്പോർട്ടിന് കൊടുക്കുന്നത് പോലെ എപ്പോഴും വോട്ടർ ഐ ഡിക്ക് പ്രസൻറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടുന്നത്. നമ്മൾ ആധാറിലുള്ള അഡ്രസ്സ് അതേപോലെ കൊടുത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കണം. നേരത്തെ പറഞ്ഞതാണ് എങ്ങനെ കൊടുക്കണമെന്ന്. പിൻകോഡും താലൂക്കും ഒക്കെ കൊടുത്ത് ജില്ലയും ഒക്കെ രേഖപ്പെടുത്തി കൊടുക്കണം. ആധാറിന് പുറമേ താഴെ കാണുന്ന ലിസ്റ്റിലുള്ള ഡോക്യുമെൻറ്റ്സിലെ അഡ്രസ്സും കൊടുക്കാവുന്നതാണ്. ഇവിടെ ആധാർ കാർഡ്, പാസ്ബുക്ക്, പാസ്പോർട്ട് തുടങ്ങിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും സെൽഫ് അറ്റസ്റ്റ് ചെയ്താണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അതിലൊന്ന് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ആധാർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള പേരൻസിൻ്റെയോ മറ്റ് റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ID പ്രൂഫുകളും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സ്വന്തം പ്രൂഫ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം ഞാനിവിടെ ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് 2 MB താഴെയുള്ള PDF ഫോർമാറ്റിലോ JPG-യിലോ ഉള്ള ഫയൽ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നെക്സ്റ്റ് കൊടുത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാറ്റഗറി ഓഫ് ഡിസബിലിറ്റി ആണ്. ഡിസബിലിറ്റി ഓപ്ഷണലാണ്. ഡിസബിലിറ്റി ഉള്ളവർ മാത്രം ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അങ്ങനെയുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഡിസബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് ഫാമിലി മെമ്പറാണ് കൊടുക്കേണ്ടുന്നത്. നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരു ഫാമിലി മെമ്പറിൻ്റെ പേര് കൊടുക്കുകയും ആ റിലേഷൻ അവിടെ രേഖപ്പെടുത്തുകയും ആ ആളിൻ്റെ എപ്പിക് നമ്പർ, ഇലക്ഷൻ ഫോട്ടോ ID കാർഡ്, ഇലക്ഷൻ ID കാർഡിൻ്റെ നമ്പർ അവിടെ കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഒരേ ബൂത്ത് നമ്പർ അല്ലാത്തവർക്ക് ചില സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഷിഫ്റ്റിംഗ് അഡ്രസ് ചേഞ്ച് ഒക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഫാമിലിയിലെ മറ്റേതെങ്കിലും മെമ്പറിൻ്റെ കൊടുക്കുക സ്യൂട്ടബിൾ ആയിട്ടുള്ള. അങ്ങനെ ID കാർഡ് നമ്പരും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അപേക്ഷകൻ്റെ കറണ്ട് അഡ്രസ്സിലുള്ള ഫാമിലി മെമ്പർ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അപേക്ഷകൻ്റെ കറണ്ട് അഡ്രസ്സിലുള്ള ഫാമിലി മെമ്പറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നെക്സ്റ്റ് കൊടുത്ത് താഴേക്ക് വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുകയും നമ്മളുടെ അഡ്രസ്സും പേരും ഡീറ്റെയിൽസും ഒക്കെ മുകളിൽ കാണിക്കുകയും താഴെ ഇടത് സൈഡിൽ അപേക്ഷകൻ്റെ ഫാദറിൻ്റെ പേര് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. മദറിൻ്റെ പേരും കല്യാണം കഴിഞ്ഞതാണെങ്കിൽ സ്പൗസിൻ്റെ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വലത് സൈഡിലേക്ക് വന്നാൽ ഫാദറിൻ്റെ എപ്പിക് നമ്പർ, മദറിൻ്റെ എപ്പിക് നമ്പർ, സ്പൗസിൻ്റെ എപ്പിക് നമ്പർ, ഇത് ഇത്രയും ഓപ്ഷണലാണ്. കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിത് കൊടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇടത് സൈഡിൽ മദറിൻ്റെ പേര് ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. അതിനുശേഷം 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താഴെയുണ്ട്. മൈ പേരൻസ് നെയിം, അതിൽ ബ്രാക്കറ്റിൽ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഇത്രയും കാറ്റഗറിയിലുള്ളവരാണ് വേണ്ടുന്നത്. SS ഇൻ ദി ഇലക്ടറൽ റോൾ ഓഫ് ലാസ്റ്റ് SIR, അതായത് ഇപ്പോഴത്തെ ലാസ്റ്റ് SIR എന്ന് പറയുന്നത് 2002 SIR ആണ്. ഇനിയിപ്പോൾ ഏതാണ്ട് ഫെബ്രുവരി 9 കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് SIR എന്ന് പറയുന്നത് 2026 SIR ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ 2026 SIR ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 2026 SIR കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് ഞാൻ 2002 SIR ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ റൗണ്ട് എനേബിൾ ചെയ്യുകയാണ്. മൈ പേരൻസ് നെയിം, അതായത് ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ഇവരിലാരെങ്കിലും ലാസ്റ്റ് SIR 2002 SIR ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്താനായിട്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് തൊട്ട് താഴെയായിട്ട് നെയ്തർ മൈ നെയിം നോർ മൈ പേരൻസ്, അതായത് എൻ്റെയോ എൻ്റെ പേരൻസിൻ്റെയോ പേര് ലാസ്റ്റ് SIR-ൽ ഇല്ല എന്നാണ്. അത് അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മളൊരു അനക്സർ Dയുടെ കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളവർ ആ പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് ഹിയറിങ്ങിനൊക്കെ പോകേണ്ടി വരും. അതാണ് അനക്സർ Dയിലെ കാര്യം ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ നെയ്തർ മൈ നെയിം നോർ മൈ പേരൻസ് എന്നുള്ളത് എനേബിൾ ആകുന്നില്ല. അത് റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒട്ടുമിക്ക പേർക്കും ഇപ്പോൾ ഈ 2026 SIR കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ എനിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, റൗണ്ട് എനേബിൾ ചെയ്യുകയാണ്. തുടർന്ന് സ്റ്റേറ്റ് കേരള കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അടുത്തതായിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ 2002 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നിയമസഭാ മണ്ഡലമാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 2026 ഇനി വരുന്നത്. ഇനി നിങ്ങൾ കൊടുക്കേണ്ടുന്നത് 2026 നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണോ അതാണ് അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടുന്നത്. ഞാനിത് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട്, SIR കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് 2002 എൻ്റെ ഇവിടുത്തെ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പോളിംഗ് സ്റ്റേഷൻ നമ്പരും പേരും അതേപോലെ പാർട്ട് സീരിയൽ നമ്പരും കൊടുക്കേണ്ടതുണ്ട്.
നിങ്ങളുടെ 2026 ഫെബ്രുവരി 9 ആകുമ്പോൾ കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നു SIRൻ്റെ പ്രോസസ്സ്. അതിനുശേഷം നിങ്ങൾ 2026 ലാസ്റ്റ് SIR. ആ 2026 നിയമസഭാ മണ്ഡലമാണ് ഇവിടെ 2002 പകരം കൊടുക്കേണ്ടുന്നത്. അടുത്തത് പാർട്ട് നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. ബൂത്ത് നമ്പർ എന്നും ആണ് മലയാളത്തിൽ. ഭാഗം നമ്പർ, ബൂത്ത് നമ്പർ എന്നൊക്കെ പറയും. ഇവിടെ 2002 ബൂത്ത് നമ്പർ എനിക്കറിയാം, അതുകൊണ്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി 2026 ബൂത്ത് നമ്പർ അറിയത്തില്ലെങ്കിൽ അത് കണ്ടെത്താൻ മാർഗ്ഗമുണ്ട്. 2002 എങ്ങനെ കണ്ടെത്തുന്നതെന്ന് ഞാനിവിടെ കാണിക്കാം. അതുപോലെ 2026 നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇതിനായിട്ട് നമ്മൾ co.kerala.gov.in എന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിക്കണം. നേരത്തെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം. അതിനുശേഷം ആ സൈറ്റിൽ താഴേക്ക് വന്നാൽ വോട്ടേഴ്സ് കോർണർ കാണാം. വോട്ടേഴ്സ് കോർണർ കഴിഞ്ഞതിന് ശേഷം നമുക്കവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് 2002 SIR എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കിനി 2026 SIR എന്നുള്ളത് ലിങ്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ 2002 SIR ആ ലിങ്ക് എടുത്തതിന് ശേഷം ജില്ല കൊടുത്ത് 2002 നിയമസഭാ മണ്ഡലം കൊടുത്ത് ബൂത്ത് നമ്പർ കൊടുക്കണം. ഇത് എനിക്കിവിടെ അറിയാം, പക്ഷേ നിങ്ങൾക്ക് പാർട്ടിക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ ബൂത്ത് നമ്പർ കിട്ടും. 2002 നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയ ബൂത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പർ, അതായത് ഫാദർ, മദർ, ഗ്രാൻഡ് മദർ ആരുടെയാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ആ ആളിൻ്റെ പേരിൻ്റെ ആദ്യത്തെ 3 അക്ഷരം താഴെ നെയിം എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ ഇതുപോലെ അതിൻ്റെ റിസൾട്ട് ഇവിടെ വരും. ഇവിടെ ഇപ്പോൾ ഫാമിലി മെമ്പറിൻ്റെ പേരും അതേപോലെ തന്നെ പാർട്ട് നമ്പർ, ബൂത്ത് നമ്പർ നമുക്കറിയാം. പാർട്ട് സീരിയൽ നമ്പർ, ക്രമ നമ്പർ എന്ന് പറയും, അതവിടെ കാണിച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് നോട്ട് ചെയ്ത് നമ്മൾ ആ ഫോമിൽ കൊണ്ട് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടുന്നത്. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ ഫാമിലി മെമ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അപേക്ഷകൻ്റെ ഫാദറിൻ്റെ സീരിയൽ നമ്പർ, ക്രമ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സെർച്ച് കൊടുത്താൽ താഴെ ആ ആളിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരും. നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. 2002 നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിൻ്റെ വിശദാംശങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ 2026 കൊടുക്കുമ്പോൾ 2026 ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ വരിക. തുടർന്ന് താഴെ മൈ റിലേറ്റീവ്സ് നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ടർ റോൾ ഓഫ് ആസ് പെർ ദ അബവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത്. തുടർന്ന് താഴേക്ക് കുറേ കൂടെ ഡീറ്റെയിൽസ്, പേര്, അതേപോലെ റിലേറ്റീവിൻ്റെ ഫാദറിൻ്റെ പേര്, റിലേറ്റീവിൻ്റെ എപ്പിക് നമ്പർ, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ കൊടുത്തതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ സ്ഥലപ്പേര് കൊടുക്കുക, സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുക്കുക, ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എത്ര നാളായിട്ട് ഈ അഡ്രസ്സിൽ താമസിക്കുന്നു, പുതിയ വോട്ടറൊക്കെ ആകുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങ് കൊടുത്താലും മതി. അവിടെ മാസവും വർഷവുമാണ് കൊടുക്കേണ്ടുന്നത്. തുടർന്ന് പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. ഇവിടെ നമുക്ക് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. വലതു സൈഡിൽ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക്, ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറല്ല, രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. ആ മൊബൈൽ നമ്പറിലേക്ക് OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ അവിടെ സേവ് ഡ്രാഫ്റ്റും ഒക്കെ ഉണ്ട്. ഞാനിവിടെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് നമ്മൾ കൊടുത്ത വിവരങ്ങളൊക്കെ അവിടെ കാണിക്കുന്നതാണ്. നേരെ താഴേക്ക് വരാവുന്നതാണ്. എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്യണമെങ്കിൽ താഴെ എഡിറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ സൈൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട, അപ്പോൾ സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. വലത് സൈഡിലായിട്ട് സൈൻ ആൻഡ് സബ്മിറ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ആ റിഷ്യൂർ എന്ന് ചോദിക്കും, ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് സൈൻ ചെയ്യുവാനുള്ള വെബ്സൈറ്റിലേക്ക് വരുന്നതാണ്. ഇവിടെ അപേക്ഷകൻ്റെ ആധാർ നമ്പർ, അവിടെ 12 ഡിജിറ്റുള്ള ആധാർ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും സെൻഡ് OTP കൊടുത്ത് ആ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ താഴെ ടിക്ക് മാർക്ക് എനേബിൾ ആകും. അതിനുശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും തുടർന്നൊരു റെഫറൻസ് നമ്പർ അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കണം, പിന്നീട് നമുക്ക് ലഭിക്കത്തില്ല. ഇതേ റെഫറൻസ് നമ്പർ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും വന്നിട്ടുണ്ടാകും. പിന്നീട് സ്റ്റാറ്റസ് നോക്കാനൊക്കെ ഇതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടുന്നത്. അവിടെ നിന്നും അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ അക്നോളജ്മെൻറ്റിലും റെഫറൻസ് നമ്പർ ഉണ്ടാകും. ഇത് പിന്നീട് BLO വെരിഫിക്കേഷൻ നടത്തി വിടുകയും AERO അപ്രൂവ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇലക്ഷൻ ടൈമിൽ ഇതിൻ്റെ പ്രോസസ്സൊന്നും നടക്കത്തില്ല. SIR ഇലക്ഷനും ഒക്കെ നടക്കുമ്പോൾ ആ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്രൂവ് ചെയ്യുകയുള്ളൂ. ഏത് ഇലക്ഷനായാലും SIR ആയാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. തിരിച്ച് ഹോം പേജിൽ വന്നാൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുണ്ടാകും. അതെടുത്തതിന് ശേഷം അവിടെ നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ച റെഫറൻസ് നമ്പർ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.